ഒരു രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ സമ്പാദിച്ചതും നേടിയതും എല്ലാം നഷ്ടപ്പെട്ടാൽ എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റ രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ സമ്പാദിച്ച പണം, കരിയർ, പേര്, ശ്രദ്ധ, ബന്ധങ്ങൾ എല്ലാം. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ചോദ്യം ഇതല്ല. ഈ വീഴ്ചയിൽ നിന്നും തിരിച്ച് കരകയറാൻ പറ്റുമോ എന്നതാണ്. ഈ ലോകത്ത് പരാജയത്തിൽ നിന്നും ലോകത്തിൻ്റെ കൊടുമുടിയിലെത്തിയ ഒരുപാട് മനുഷ്യരുടെ ജീവിതം പഠിച്ചതിനു ശേഷം റിസർച്ചേഴ്സ് കണ്ടെത്തിയത് അവർ അറിഞ്ഞോ അറിയാതെയോ ഒരു കോമൺ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ്. ഈ രഹസ്യം അറിഞ്ഞാൽ ഏത് സാഹചര്യത്തിൽ നിന്നും നമുക്ക് സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ സാധിക്കും. വരൂ ഫ്രണ്ട്സ്, നമുക്ക് പരിചയപ്പെടാം ദ സിസ്റ്റം ദാറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് കംപ്ലീറ്റ്ലി. വിജയത്തിന്റെ താക്കോൽ കഠിനാധ്വാനത്തിലാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. കാരണം അംബാനിയുടെ പെട്രോൾ പമ്പിൽ നിൽക്കുന്ന ഒരാൾ അംബാനിയേക്കാൾ ഒരു ദിവസം ജോലി ചെയ്യുന്നുണ്ടാവും. ഇനിയിപ്പോൾ മോട്ടിവേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ലോകത്ത് ഇന്നുള്ള എല്ലാ മോട്ടിവേഷൻ സ്പീക്കേഴ്സും കോടീശ്വരന്മാരായിരിക്കണം. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നോക്കിയാൽ കാണാം, ഒറ്റ വർഷം കൊണ്ട് ലൈഫ് സെറ്റായവരും 10 വർഷമായി നിന്നടുത്ത് തന്നെ നിൽക്കുന്നവരും. എന്താണ് അങ്ങനെ? മിക്ക ആളുകളുടെയും വിചാരം അവന് ധൈര്യമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചത്. ഞാനൊരു പേടിത്തൊണ്ടനാണ്. എന്നാൽ റിസർച്ചുകൾ പറയുന്നു നേരെ തിരിച്ചാണെന്ന്. ധൈര്യം എന്നത് ആക്ഷന് ശേഷം മാത്രം വരുന്ന ഒന്നാണ്. വെള്ളത്തിൽ വീണാൽ മുങ്ങിച്ചാകുമെന്ന് കരുതി കരയ്ക്കു തന്നെ നിന്നാൽ ജീവിതകാലം മുഴുവൻ അവിടെ തന്നെ നിൽക്കുകയുള്ളൂ. എന്നാൽ ധൈര്യം കാട്ടി എടുത്തു ചാടിയാലോ മുങ്ങിച്ചാവുകയും ചെയ്യും. പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ടേക്ക് ആക്ഷൻ. അതായത് ഒരു നല്ല പരിശീലകരെ കണ്ടെത്തി നീന്തൽ പഠിക്കുക. സോ ദാറ്റ് ആക്ഷൻ ബിൽഡ് കോൺഫിഡൻസ്. സൈക്കോളജിസ്റ്റായ ആൽബർട്ട് ബെൻഡുവ ഇതിനെ സെൽഫ് എഫിഷ്യൻസി എന്ന് വിളിക്കുന്നു. ലോകത്ത് ടോപ്പ് 1% ആളുകൾ എപ്പോഴും ആക്ഷനിൽ വിശ്വസിക്കുന്നവരാണ്. ആക്ഷൻ ലൈഫിൽ ചെറിയ ചെറിയ വിജയങ്ങൾ കൊണ്ടുവരുന്നു. ഈ ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മുടെ ലൈഫിൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. മണിക്കൂറുകളോളം പ്ലാൻ ചെയ്യുന്നതിലും 10 മടങ്ങ് വലുതാണ് ഇത്. അപ്പോൾ പിന്നെ മോട്ടിവേഷൻ്റെ കാര്യമോ? ന്യൂറോ സയൻസ് പറയുന്നു നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ഡോപ്പമിനും മോട്ടിവേഷനുമായി വളരെയധികം ബന്ധമുണ്ടെന്ന്. നമ്മൾ ഒരു മോട്ടിവേഷൻ വീഡിയോ കാണുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ്റെ ഫ്ലഡ് ഉണ്ടാകുന്നു. എന്നാൽ വീഡിയോ കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ എന്നാൽ പിന്നെ നാളെയാകാം എന്നാകും നമ്മുടെ മൈൻഡ്. ഇതിന് കാരണം വീഡിയോയിലൂടെ ഫ്ലഡ് ചെയ്യുന്ന ഡോപ്പമിൻ വളരെ ലോ ക്വാളിറ്റി ഡോപ്പമിനാണ്. നേരെ മറിച്ച് ചെറിയ ചെറിയ ആക്ഷനിലൂടെ ഉണ്ടാകുന്ന വിജയത്തിലൂടെ കിട്ടുന്ന ഡോപ്പമിൻ വളരെ ഉയർന്നതും നിലവാരമുള്ളതുമാണ്. ശരിക്കും മോട്ടിവേഷൻ വന്നിട്ട് ചെയ്യാം എന്നു കരുതിയിരുന്നാൽ ജീവിതകാലം മുഴുവൻ അവിടെ തന്നെ ഇരുന്ന് പോകുകയുള്ളൂ. ഇതാണ് റിസർച്ചേഴ്സ് മോട്ടിവേഷണൽ ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. ലോക പ്രശസ്തനായ ബിഹേവിയറൽ സയൻറ്റിസ്റ്റ് ജെയിംസ് ക്ലിയർ പറയുന്നു, ഫോക്കസ് ഓൺ ദ സിസ്റ്റം നോട്ട് ഗോൾസ്. അതായത് നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യം അവിടെ തന്നെ വച്ചിട്ട് അതിലേക്ക് എത്താനുള്ള സിസ്റ്റത്തിൽ ഫോക്കസ് ചെയ്യുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഡൽഹി വരെ പോണം എന്ന് മനസ്സിൽ വിചാരിച്ചാൽ നിങ്ങൾ ഡൽഹിയിലെത്തില്ല. അതിന് അതിൻ്റേതായ മാർഗങ്ങൾ കണ്ടെത്തണം. ഫ്ലൈറ്റ് ആണെങ്കിൽ ഫ്ലൈറ്റ്, ട്രെയിൻ ആണെങ്കിൽ ട്രെയിൻ, എന്നിട്ട് അതിനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ചെയ്തതാണ് ആക്ഷൻ. എന്നാൽ ഈ ഫ്ലൈറ്റ് ആണെങ്കിലും ട്രെയിൻ ആണെങ്കിലും നമ്മുടെ നിയന്ത്രണത്തിലല്ല പോകുന്നത്. അതിനൊരു സിസ്റ്റമുണ്ട്. കണ്ടിന്യൂസ് ആയി അതിൻ്റെ എൻജിൻ ഒരുപോലെ വർക്ക് ചെയ്താലേ നമ്മൾ ലക്ഷ്യത്തിലെത്തും. അവിടെ ചിന്തയ്ക്കോ പ്ലാനിങ്ങിനോ ഒരു സ്പേസുമില്ല. ജസ്റ്റ് എക്സിക്യൂട്ട്. ചിന്തയും പ്ലാനും മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബുക്ക് വായിച്ചു തീർക്കണമെങ്കിൽ ഡെയിലി 10 പേജ് വെച്ച് വായിക്കണം. അതാണ് സിസ്റ്റം. അല്ലാതെ മൂഡ് വരുമ്പോൾ മാത്രം വായിക്കുന്നത് ഫെയിലിയർ. മൂഡും നോക്കിയിരിക്കുന്നവർ ജീവിതകാലം മുഴുവൻ അതും നോക്കിയിരിക്കേണ്ടി വരും എന്ന് ജെയിംസ് ക്ലിയർ പറയുന്നു. ഈ ചെറിയ ചെറിയ ആക്ഷനുകൾ ചേർത്ത് വയ്ക്കുമ്പോൾ ദിവസേന ഉണ്ടാകുന്ന 1% ഇംപ്രൂവ്മെൻറ്റ്സ് കോമ്പൗണ്ട് ആകുന്നു. നിങ്ങളുടെ ലൈഫിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ ഈ 1% മാത്രം മതിയാകും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും എത്ര വലിയ ഉയരങ്ങളും എത്തിപ്പിടിക്കാൻ വെറും 3 കാര്യങ്ങൾ മതിയാകും. സ്മോൾ വിൻസ്, ഡെയിലി സിസ്റ്റം, കൺസിസ്റ്റൻസി. ശരിയായ സിസ്റ്റത്തിലൂടെയുള്ള ചെറിയ ചെറിയ വിജയങ്ങൾ തുടർച്ചയായി ചെയ്തു നോക്കുക. നിങ്ങളുടെ ലൈഫ് കീഴ്മേൽ മറിയുന്നത് നിങ്ങൾക്ക് കൺമുന്നിൽ കാണാൻ സാധിക്കും. പക്ഷേ ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്.
ഈ പ്രിൻസിപ്പിൾ ഇത്രയും പവർഫുൾ ആണെങ്കിൽ ഇതറിയുന്ന എല്ലാവരും സക്സസ്ഫുൾ ആകില്ലേ? പലരും എന്താ വഴിക്ക് വെച്ച് നിന്നു പോകുന്നത്? ഇതിനു പുറകിലും ഒരു സൈക്കോളജിക്കൽ റീസൺ ഉണ്ട്. അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ കമൻറ്റ് വന്നാൽ തീർച്ചയായും അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അണ്ടിൽ ദെൻ, ദിസ് ഈസ് വിക്കി സൈനിങ് ഓഫ്. താങ്ക് യു. ശുഭദിനം.